ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വൈൽഡ് കാർഡുകളും വീട്ടുകാരും തമ്മിലുള്ള മത്സരം അതിന്റെ 5ാമത്തെ ടാസ്കും ഇപ്പോൾ പൂർത്തിയായി. വളരെ വാശിയേറിയ മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൽ അവസാനത്തെ ടാസ്കിന് ബിഗ് ബോസ് കൊടുത്തത് സ്മാർട്ട് എന്നുള്ള തലക്കെട്ടായിരുന്നു. ബിഗ് ബോസ് വീട്ടിലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ആരാണ്? 1 മുതൽ 16 വരെയുള്ള സ്ഥാനങ്ങൾ കൽപ്പിക്കുക, തിരഞ്ഞെടുക്കുക. ഒരാളുടെ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലുക്ക് മാത്രമല്ലല്ലോ, അയാളുടെ ആക്ടിവിറ്റി, അയാളുടെ ബിഹേവിയർ, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് അതിൽ നിന്നുമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. പക്ഷേ വൈൽഡ് കാർഡുകൾ ഇതിനകത്ത് കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്മാർട്ട്നെസ് ഒന്നാമത് അവർ കൊടുത്തത് ആര്യനായിരുന്നു. ആര്യൻ പുറമെ കാണാൻ സുന്ദരനാണെങ്കിലും ആര്യന്റെ പ്രവർത്തികളൊന്നും അത്ര സ്മാർട്ട് അല്ല എന്ന് ആർക്കാണ് അറിയാത്തത്. ആര്യനെ അവർ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നു. 2ാം സ്ഥാനത്ത് നെവിനെത്തി. 3ാം സ്ഥാനം അക്ബറിന് കൊടുത്തു. 4ാം സ്ഥാനത്ത് അനുമോൾ വരുന്നു. അഭിലാഷ് 5, നൂറ 6, റന ഫാത്തിമ 7, ഷാനവാസ് 8, അപ്പാനി 9, ഒനിൽ 10, ആദില 11, അനീഷ് 12, രേണുസുതി 13, ബിന്നി 14, ശൈത്യ 15, ഒടുവിലായി ജിസേൽ. ഇവിടുത്തെ ശ്രദ്ധേയമായൊരു വിഷയം, ഒട്ടുമിക്കവാറും തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ശൈത്യ ഏറ്റവും അവസാനമാണ് വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകൾക്ക് നല്ല മതിപ്പാണ് വന്നു കയറിയപ്പോൾ മുതൽ ശൈത്യയോട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ബിഗ് ബോസ് കൊടുത്തത് തിരഞ്ഞെടുക്കുവാനുള്ള 3 ഓപ്ഷനാണ്. 1 സ്മാർട്ട്, 2 റിബൽ, 3 എന്റർടൈനർ. ഈ 3 കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നീട് നീണ്ട ചർച്ചകളാണ്. ഈ നീണ്ട ചർച്ചകളിൽ സ്മാർട്ട്നെസ് എന്ന ആ ഒരു വിഷയത്തിന് വോട്ട് ചെയ്തത് ഒറ്റയാൾ മാത്രമാണ്. നെവിൻ മാത്രം പറഞ്ഞു സ്മാർട്ട് എന്നുള്ളത്. ബാക്കി 10 പേർ എന്റർടൈനർ എന്ന വിഷയത്തെയാണ് സപ്പോർട്ട് ചെയ്തത്. 5 ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് റിബൽ എന്ന ആ വാക്കിനാണ്. തുടർന്ന് എന്റർടൈനർ എന്ന ആ വാക്ക് ഉറപ്പിച്ച് അനീഷ് സംസാരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് ബിഗ് ബോസിനോട് വിളിച്ചു പറയുകയും പെട്ടെന്ന് പിൻപിൽ നിന്നും പിടിച്ചു വലിക്കുന്നു. ജിസേൽ ഓടി വന്നിട്ട് അനീഷുമായിട്ട് ഭയങ്കര ബഹളമുണ്ടാക്കുന്നു. അവസാനം വീണ്ടും ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയിൽ ഈ എന്റർടൈനർ മാറ്റിയിട്ട് റിബലിലേക്ക് എല്ലാവരും കൂടി വരികയാണ്. അനീഷ് സമ്മതിക്കില്ല. ഒരു വാക്ക് പറഞ്ഞു, അത് പൂർത്തിയാക്കി, അതിൽ തീരുമാനമെടുത്ത് ബിഗ് ബോസിനോട് പറയുവാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന നെറികേടാണ്, ചെറ്റത്തരമാണ്, ഇതല്ല ശരിക്കുമുള്ള ഗെയിം, നിങ്ങൾ പറഞ്ഞ വാക്കിനകത്ത് ഉറച്ചു നിൽക്കണം. ഇത് പറഞ്ഞ് അനീഷിന്റെ ആ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, സംസാരം ആവർത്തിച്ച് പറയുന്നത്, ഇതിൽ തന്നെ അനീഷ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അനീഷിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒടുവിൽ ക്യാപ്റ്റൻ നെവിൻ പറയുകയാണ്, ബിഗ് ബോസ് ഞങ്ങൾ റിബലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഊഴം വൈൽഡ് കാർഡിൻ്റെതാണ്. വൈൽഡ് കാർഡിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പേപ്പർ എന്താണ്, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അത് കാണിക്കാം. അതവർ വിടർത്തി കാണിക്കുമ്പോൾ സ്മാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും അമ്പരം നിൽക്കുക. കാരണം സ്മാർട്ട് എന്ന വിഷയത്തിൽ ഒറ്റയാൾ മാത്രമാണ് നിൽക്കുന്നത്. ആര്യൻ പോലും പറഞ്ഞു, ഞാൻ സ്മാർട്ട് ആണെങ്കിലും ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല, ബാക്കിയുള്ളവരൊന്നും അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗെയിമിലും വീട്ടുകാർ തോൽക്കുകയാണ്. അങ്ങനെ ഈ ടാസ്ക് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ 5 ടാസ്കിൽ 3 എണ്ണവും ജയിച്ചത് വൈൽഡ് കാർഡുകളായിരുന്നു. 2 എണ്ണം മാത്രമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ എല്ലാ ടാസ്കിലും ജയിക്കുന്ന ആൾക്കാർക്ക് തോറ്റ ആൾക്കാർക്ക് ഒരു പണി കൊടുക്കാം എന്നുള്ളത് പോലെ ഇപ്പോൾ വൈൽഡ് കാർഡുകൾ പണി കൊടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുത്ത പേര് റന ഫാത്തിമയുടേതായിരുന്നു. കാരണവും കൂടി പറയണം. അതിനുവേണ്ടി അവർ പറഞ്ഞ കാരണം ഇതാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം കയറി വെറുതെ റിയാക്ട് ചെയ്യുകയാണ് റന ഫാത്തിമ. റനയ്ക്ക് പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഒന്നുമില്ല. ചിലരുടെയൊക്കെ പുറകിന് നടന്നു വളവളാന്ന് സംസാരിക്കുന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഇത് പറയുന്നത് നമ്മുടെ മസ്താനിയാണ്. മസ്താനിയും റനയും തമ്മിലാണല്ലോ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സംസാരിക്കുവാൻ മസ്താനിയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. രണ അങ്ങനെ മിണ്ടാതെ നോക്കിയിരിക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. അങ്ങനെ ടാസ്ക് പൂർത്തിയായി. ഇനിയിപ്പോൾ അറിയുവാനുള്ളത് ഇതിനകത്ത് പണി കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ പണികളാണ് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ 2 പണി കിട്ടിയിരിക്കുന്നത് വൈൽഡ് കാർഡ്സിനാണ്. അതിൽ 1 മസ്താനിക്കും മറ്റൊന്ന് പ്രവീണിനും. അവരുടെ 2 പേരുടെയും പണി ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു. ഈ ആഴ്ച പണിപ്പുരയിലേക്ക് പ്രവേശിക്കുവാനും അവർക്ക് അവരുടേതായിട്ടുള്ള മേക്കപ്പ് ഐറ്റങ്ങളും തുണികളും ലഭിക്കുവാനുമുള്ള സാധ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ സാധാരണ കണ്ടസ്റ്റൻസിൽ 3 ആൾക്കാർക്കാണ് പണി വന്നിരിക്കുന്നത്. ജിസൈൽ, അനുമോൾ, റന ഫാത്തിമ. ഈ 3 ആൾക്കാരുടെ പണി എന്താണെന്നുള്ളത് ബിഗ് ബോസ് പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയുവാൻ വേണ്ടി കുറച്ച് സമയം കൂടി പിന്നെയും നാം കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയായിരുന്നു ലൈവിൽ നമുക്ക് ഈ ടാസ്കിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിഞ്ഞ റിസൾട്ട്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.